ഇനിയിപ്പോൾ അടുത്ത ദിവസം വോട്ട് ചെയ്യാൻ പോവാൻ അള്ളാഹു നല്ല ഭരണീയരെ നമുക്ക് നല്ല ഭരണാധികാരികളെ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ പറയും സഹോദരങ്ങളെ. അതിന് വേണ്ടുന്ന ഉപകരിക്കുന്ന ആ വോട്ട് നിർബന്ധമായി എല്ലാവരും ചെയ്യണം. ചില ആളുകൾ വോട്ട് ഹറാമാണെന്നുള്ള നിലയ്ക്ക് മാറി നിൽക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയൊക്കെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും കരുതുകയും ചെയ്യുന്ന ആളുകൾ ഇന്നും സമൂഹത്തിലുണ്ട്. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. അതിന്റെ സംവിധാനത്തിൽ ഏറ്റവും മികച്ചതാണ് ഈ വോട്ട്. അതുകൊണ്ട് നിർബന്ധമായി നമ്മളെല്ലാവരും വോട്ടവകാശമുള്ള മുഴുവൻ സഹോദര സഹോദരിമാരും ആ വോട്ട് ഉപയോഗപ്പെടുത്തണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയിൻ. അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് അത് അസാധുവാക്കിയിട്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ SIR രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ഇതാ നിങ്ങളെ ഈ രാജ്യത്ത് തന്നെ പുറത്താക്കുമെന്നൊക്കെ നമ്മളുടെ മുന്നിൽ വല്ല ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് ആകെ ഭീതിപ്പെടുത്തി പ്രയാസപ്പെടുത്തിയപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിച്ചു. എന്നാൽ അതേപോലെ തന്നെ കേരള വഖഫ് ബോർഡിൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാകുന്ന വസ്തുവകകൾ, സ്ഥാപന ജംഗമ വസ്തുക്കൾ, ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്നതാകുന്ന ഈ സമുദായത്തിന്റെ പള്ളികളും മദ്രസകളും ദീനീ സ്ഥാപനങ്ങളും ഒക്കെ വീണ്ടും വഖഫുകളിലായിട്ട് ഈ ഉമീദ് പോർട്ടലിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ട് കഴിഞ്ഞ ജൂൺ മാസത്തിൽ കൊടുത്തു. ജൂലൈയിൽ വീണ്ടും അതുമായി വിജ്ഞാപനം ഇറങ്ങി. ഇപ്പോഴിതാ ഡിസംബർ 5 ഇന്നലെ ആയിരുന്നു ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ്. കഴിഞ്ഞ ഒരാഴ്ചകളിലായിട്ട് എല്ലാ പള്ളി കമ്മിറ്റിക്കാരും ഇരുന്ന് രാത്രിയിലൊക്കെ സൈറ്റ് ഓപ്പൺ ആണോ നോക്കുകയാണ്. സൈറ്റ് ഭയങ്കര ഹാങ് ആണ്, തകരാറിലായി. 20% താഴെ, 100-ൽ 20% താഴെയുള്ള പള്ളികളും മദ്രസകളും ദീനീ സ്ഥാപനങ്ങളും സ്ഥാപന ജംഗമ വസ്തുക്കളെ രജിസ്റ്റർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ കേന്ദ്ര ഗവൺമെന്റിന്റെ ഉമീദ് പോർട്ടലിലേക്ക്. ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്താ? ഇത് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ തന്നെ ഒരുപാട് നിയമവശങ്ങളാണ്. സാധാരണ നമ്മൾ പള്ളി ജമാഅത്ത് കമ്മിറ്റിയാണ്. അത് 2 വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു 3 വർഷത്തേക്ക്, ചിലപ്പോൾ 1 വർഷത്തേക്ക് വരെ കമ്മിറ്റികൾ ഉള്ളതാകുന്ന കേരളത്തിൽ ധാരാളം പള്ളികളുണ്ട്. അവരിൽ തന്നെ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് രജിസ്റ്റർ ചെയ്യല്ല, മറിച്ച് ഒരാളെ മുത്തവല്ലിയായി നിയമിക്കണം. ആരെ മുത്തവല്ലിയാക്കും? നമ്മളിൽ പലർക്കും ഒരാളെ തന്നെ പറ്റില്ല. അയാളെ പറ്റില്ല എന്ന് പറയണം ഒന്നടങ്കം. ഒരാളെ പറ്റണം, അതാണ് ഗവൺമെന്റ് പറയുന്നത്. ഒരാളെ മുത്തവല്ലിയായി നിയമിക്കണം, അധികാരിയായി നിയമിക്കണം പള്ളിയുടെ മദ്രസയുടെ ദീനീ സ്ഥാപനങ്ങളുടെ. അദ്ദേഹത്തിന് സ്വയമായ ID ഉണ്ടാവണം. ആധാർ കാർഡിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് ലിങ്ക് ചെയ്തിട്ടുണ്ടാകണം. ഈ ഫോൺ നമ്പറിലേക്ക് OTP വരും. ആ OTP ലോഗിൻ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ഇമെയിൽ ID വെച്ചുകൊണ്ട് സ്വന്തമായി ഒരു ഇമെയിൽ ID ഉണ്ടാകണം. ഇല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യപ്പെടണം. ആ ഇമെയിൽ IDയിൽ നിന്ന് വേണം അദ്ദേഹം ഇതിലേക്ക്, ഈ ഉമീദ് പോർട്ടലിലേക്ക് ഈ വസ്തുവകളെ മുഴുവനും പരിപൂർണമായി കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യാൻ. ഇങ്ങനെ ചെയ്തില്ല എങ്കിൽ ഇതിന് പിഴ ഈടാക്കേണ്ടി വരും, ജയിലിൽ പോയി ശിക്ഷ അനുഭവിക്കേണ്ടി വരും. കേസും വിഷയങ്ങളുമാണ്. ഇത് ആരറിയുന്ന ഇന്ന് വരെ ഇതുമായി ശ്രദ്ധ ചെലുത്താത്ത, അറിയാത്ത മഹലിൽപ്പെട്ട ധാരാളം അംഗങ്ങൾ വരെയുണ്ട്. ഒരുപക്ഷെ പരിപാലക സമിതി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അറിയാത്തതാകുന്ന ജനവിഭാഗങ്ങളുണ്ട്. നമ്മളിപ്പോഴും ഈ സമയത്ത് ഉറക്കം നടിക്കുകയാണ്. ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഇവിടെ മറ്റൊരു മതക്കാരായ ആളുകളുണ്ട്, അല്ലെങ്കിൽ മതത്തിന്റെ മൂല്യങ്ങൾ അനുശാസിക്കാത്തതാകുന്ന പല വ്യക്തിത്വങ്ങളുണ്ട്. അവർക്കാർക്കും ഈ വിഷയവുമായി യാതൊരു പ്രശ്നമില്ല. ഏതെങ്കിലും മതത്തിന്റെ, ഹൈന്ദവ മതത്തിന്റെയോ ക്രൈസ്തവ മതത്തിന്റെയോ ദേവാലയങ്ങൾക്കോ ക്ഷേത്രങ്ങൾക്കോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡുകൾക്കോ ഒന്നും ഈ നിയമങ്ങൾ ബാധ്യമല്ല. മറിച്ച് ഈ നിയമങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ മാത്രം വഖഫ് സ്വത്തുക്കളെ കയ്യേറുവാനുള്ള കുടിലമാകുന്ന തന്ത്രമാണ് ഇതുകൊണ്ട് മെനഞ്ഞിരിക്കുന്നത്. ഓൾറെഡി വഖഫ് ചെയ്യപ്പെട്ടതാകുന്ന സ്വത്തുക്കൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ പോർട്ടലിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ അതെല്ലാം അസാധുവാണ്. ഇതൊക്കെ പരിപൂർണമായി കണ്ടെടുക്കും. അതുമായി നിലകൊള്ളുന്നതാകുന്ന അധികാരികളെ ജയിലിടും, പിഴ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ. ആലോചിച്ചു നോക്ക് നിങ്ങൾ. ഇന്നലെ അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു. ഇനി എന്താണ് ഉണ്ടാകാൻ പോകുന്നത്? ഇതിന് ട്രൈബ്യൂണലുകളിലേക്ക് കൃത്യമായി കമ്മിറ്റി പരിപാലകർ, അഭിഭാഷകർ മുഖേനയും അല്ലാതെയും ഒക്കെ അവരിലേക്ക് കൊടുക്കുകയാണ്, കേസ് കൊടുക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് ഇതുകൊണ്ട് പറ്റിയിരുന്നില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്. സൈറ്റ് ഹാങ്ങായിരുന്നു, വിഷയമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, തകരാറിലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവരൊക്കെ ഓരോരുത്തരും അപേക്ഷ കൊടുക്കാൻ. കാര്യമുണ്ടോ എന്നറിഞ്ഞില്ല. അങ്ങനെ ഉണ്ടാകാം എന്നുള്ളതാണ് അതിന്റെ അധികൃതർ പറയുന്നത്, വഖഫിന്റെ അധികൃതർ പറയുന്നത്, കമ്മിറ്റിക്കാർ പറയുന്നത്. കാരണം സുപ്രീം കോടതി പോലും തള്ളിയ കേസാണ്. സുപ്രീം കോടതി പോലും അവധി നീട്ടിക്കൊടുത്തിട്ടില്ല. സമസ്തയുടെ സമുന്നതരാകുന്ന പണ്ഡിത നേതൃത്വങ്ങൾ അല്ലാഹുവിற்கு ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. അവർ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചിട്ട് പോലും ഈ കേസ് തള്ളിയതായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം. ഞാൻ പറയുന്നത്, ഇങ്ങനെ നമ്മുടെ കാൽച്ചുവട്ടിലെ മണ്ണുകൾ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു പള്ളി നഷ്ടപ്പെട്ടതിന്റെ വേദന നമുക്ക് ഇന്നും തീർന്നിട്ടില്ല. ആ പള്ളി നഷ്ടപ്പെട്ടിടത്ത് 2023 ഭൂമി പൂജയും 2024 അതുമായി പ്രതിഷ്ഠകർമ്മവും 2025 നവംബർ 24 ഈ കഴിഞ്ഞ മാസവും ധ്വജാരോഹണം നടത്തിക്കൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഏറ്റവും വലിയ ഉന്നതമായ കൊടി ഉയർത്തിക്കൊണ്ട് ജനങ്ങൾക്ക് മുമ്പ്
മുൻപാകെ പറഞ്ഞത് ഈ രാജ്യം രാജ്യമാകാൻ പോവാൻ, എല്ലാവർക്കും സമാധാനം നൽകുന്ന രാജ്യമായിട്ട് ഈ രാജ്യം മാറാൻ പോവാൻ. ഒന്ന് ആലോചിച്ച് നോക്ക്. മുസ്ലിം സമുദായം വർഷങ്ങളായി ആരാധിച്ചു പോന്നിരുന്നതാകുന്ന പള്ളിയെ തകർത്തിട്ട് ആ സ്ഥലത്തൊരു ക്ഷേത്രം പണിത്, രാമക്ഷേത്രം പണിതിട്ട് അതിന്റെ ധ്വജാരോഹണം എന്ന് പറയുന്ന ഏറ്റവും വലിയ ചടങ്ങ് നിർവഹിച്ചിട്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ലോകത്തോട് പറയുന്ന വർത്തമാനമാണിത്. എവിടേക്കാണ് നമ്മുടെ രാജ്യം എത്തിപ്പെടുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഈ രാജ്യം എന്ന് പറയുന്നത് മതേതരത്വ ജനാധിപത്യ രാജ്യമാണ്. എന്താണ് മതേതരത്വം? ഏതെങ്കിലും ഒരു മതത്തിൻ്റെതാകുന്ന വക്താവായി നിലനിൽക്കുക എന്നുള്ളതല്ല ഈ രാജ്യത്തിന്റെ ഭരണാധികാരികൾ ശ്രദ്ധിക്കേണ്ടത്. മറിച്ച് എല്ലാ മതങ്ങളെയും മതമില്ലാത്തവരെയും ചേർത്ത് നിർത്തി അവരുടെ അവകാശങ്ങളെ ധ്വംസിക്കാതെ പരിപൂർണമായി ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് മതേതരത്വത്തിന്റെ വിവക്ഷ. പക്ഷെ അതിന് തകർച്ച വരുത്തുന്ന വിധത്തിലുള്ള പ്രവണതയാണ് ഈ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ അത് സൂചിപ്പിച്ചത് ബാബരി മസ്ജിദിന്റെ ധ്വംസനത്തിന്റെ ഒരു ദിവസം കൂടിയാണ്. അത് തകർക്കപ്പെട്ടതാകുന്ന ഒരു ദിനം കൂടി ആയതുകൊണ്ടാണ് ഡിസംബർ 6 ഈ രാത്രിയിൽ എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട്, എന്നെ കേൾക്കുന്നതാകുന്ന മോമിനിയങ്ങളോട്, ഓൺലൈനിൽ വീക്ഷിക്കുന്നതാകുന്ന സഹോദരങ്ങളോടടക്കം ഓർമ്മപ്പെടുത്തിയത്. നമ്മുടെ കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. നമ്മുടെ സ്ഥാപനങ്ങൾ ഇല്ലാതാകാൻ പോകും. കണക്കുകൾ സൂചിപ്പിക്കുന്നത് 1.5 ലക്ഷത്തോളം വരുന്നതാകുന്ന പള്ളികളും 1 ലക്ഷത്തോളം വരുന്നതാകുന്ന മക്കാമുകളും നമുക്ക് നഷ്ടപ്പെട്ടു പോകും. ഏത് നിയമത്തിലൂടെ തന്നെ വഖഫ് ബൈ യൂസർ എന്ന് പറയുന്ന നിയമം തന്നെ സുപ്രീം കോടതി 2 മാസം മുമ്പ് എടുത്തു കളഞ്ഞു. പലപ്പോഴും പല ആളുകളും അറിഞ്ഞിട്ടില്ല. ഇന്നുവരെ പള്ളികളായി, ഇന്നുവരെ ദർഗകളായി, നൂറ്റാണ്ടുകളായി പള്ളികളായി, വഖഫ് സ്വത്തുകളായി, ഉപയോഗത്തിലൂടെ വഖഫായി വന്നതാകുന്ന സ്ഥാപന ജംഗമ വസ്തുക്കൾ, അതിനൊന്നും കൃത്യമായി ആധാരമില്ല എങ്കിൽ അതൊക്കെ തന്നെ പരിപൂർണമായി പിടിച്ചെടുക്കും, അതൊക്കെ ഒഴിവാക്കും എന്നാണ്. റെയിൽവേ മന്ത്രാലയം കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്വത്തുള്ളത്, പ്രിയമുള്ളവരെ, നമ്മുടേതാകുന്ന വഖഫ് സ്വത്തിലാണ്. കണ്ടെടുത്ത് പരിപൂർണമായി അവരിലേക്ക് ചേർത്താൽ മുസ്ലിം സമുദായത്തിന്റെ സർവ്വ സ്വത്തുക്കളും പരിപൂർണമായി ഇല്ലാതാകുമെന്ന് എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികൾ ഈ സമയത്ത് പ്രത്യേകം അറിയണം. ഞാനിത് പറയുന്നത്, നമ്മളൊക്കെ ഇങ്ങനെ ഉറങ്ങാൻ, മന്തി അടിക്കുക, പുറത്തോട്ട് പോകാൻ മന്തി അടിക്കുക, കുഴിമന്തി അടിക്കുക, കിഴിപൊറോട്ട അടിക്കുക, ഇത് തന്നെ പരിപാടി രാവിലെ മുതൽ വൈകിട്ട് വരെ. പിന്നെ ഇനിയിപ്പോൾ അപ്പുറത്ത് കുറ്റിപ്പുറത്ത് ചോറും മീനും ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകും. കുറേ നേരം മന്തി കഴിച്ചില്ല, ഇനി ചോറും മീനും അടിക്കുക, അവിടെ പോയി കൂയി നിൽക്കുക, എത്തിക്കാഫിരിക്കുക. നമ്മുടെ ഉമ്മമാരും താത്തമാരും തന്നെ മണിക്കൂറുകളോളം അതിനുവേണ്ടി സമയം ചെലവഴിക്കുക. നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താണ്, എങ്ങോട്ടാണ് പോകുന്നത്, ഒരു ചിന്തയില്ല, അതിനുവേണ്ടി ഒരു പ്രാർത്ഥന പോലുമില്ല. എവിടേക്കാണ് നമ്മുടെ സമുദായം പോകുന്നത്? അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കുമാറാവട്ടെ. അങ്ങനെ ഉറങ്ങുന്ന ഒരു സമൂഹത്തെ ഉണർച്ചയിലേക്ക് കൊണ്ടുപോയാണ് ഈ സിദ്ദീഖിയ സ്ഥാപനം നടത്തുന്നത്. ഉണർന്നരുത് നിങ്ങൾ ഈ നാടിന്റെ നന്മയുടെ വക്താക്കളായി നിലകൊള്ളണം. ഈ രാജ്യത്തിന്റെ മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്ന മക്കളാകണം. ഈ രാജ്യത്തുള്ളതാകുന്ന ജനങ്ങളെ പരിപൂർണമായി സംരക്ഷിക്കുന്നവരാകണം. ഈ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സംരക്ഷിക്കുന്ന മുൻഗാമികളുടെ വഴിത്താരെ പരിപൂർണമായി പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളായി, മുഅ്മിനത്തുകളായി നിങ്ങൾ മാറണം എന്നതിലേക്കുള്ള ചിന്ത കൂടിയാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലൂടെ നടത്തപ്പെടുന്നത്. കേവലം ഖുർആനിക വായന മാത്രമല്ല. ഈ വിദ്യാർത്ഥികളെ വിവിധ തലങ്ങളിൽ അവരെ കോഴ്സുകളിൽ പ്രാപ്തരാക്കി ആത്മീയവും ഭൗതികവുമാകുന്ന സമന്വയ വിദ്യാഭ്യാസം കൊടുത്ത് നാളത്തെ തലമുറയെ നന്നാക്കാനുള്ള അശ്രാന്ത പരിശ്രമമാണ് ഈ സ്ഥാപനത്തിന്റെ ക്യാമ്പസിന്റെ പ്രിയപ്പെട്ടതാകുന്ന അധ്യാപികമാർ, ഉസ്താദുമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുകൂടി ഞാൻ ഇത്തരണത്തിൽ ഉറപ്പെടുത്താണ്. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. അതിന് വിദ്യാഭ്യാസം അനിവാര്യമാണ്, അറിവ് അനിവാര്യമാണ്. അറിവുണ്ടെങ്കിൽ ഈ രാജ്യത്ത് നടക്കുന്ന വിഷയങ്ങളും സംഭവങ്ങളും കൃത്യമായി മനുഷ്യൻ മനസ്സിലാക്കുള്ളൂ. എങ്കിൽ അതിനനുസരിച്ചിട്ട് ജനാധിപത്യപരമാകുന്ന രീതിയിലുള്ള പ്രതികരണം കൃത്യമായിട്ട് നമുക്കുണ്ടാവും. അങ്ങനെ പ്രതികരിച്ചവർക്ക് മാത്രമേ ഈ ലോകത്ത് വിജയം കണ്ടിട്ടുള്ളൂ. മനസ്സിലാക്കണം. സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയപ്പോഴാണ് നമ്മുടെ രാജ്യം നമുക്ക് ബ്രിട്ടീഷുകാരുടെ അധീനതയിൽ നിന്ന് പരിപൂർണമായി നമ്മുടെ കൈവശത്തേക്ക് കിട്ടിയത്. പോരാടാതെ പഞ്ചപുഷ്പം അടക്കി മിണ്ടാതിരുന്നെങ്കിൽ ഒന്നും തന്നെ നമുക്ക് തിരിച്ചു കിട്ടുമായിരുന്നില്ല. മനസ്സിലാക്കണം. അതുകൊണ്ട് വിദ്യാഭ്യാസമുള്ള ഒരു തലമുറയെ നമ്മൾ സമ്മാനിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ വിദ്യാഭ്യാസം അനിവാര്യമാണ്, എങ്കിലേ മക്കൾ നന്നാവുകയുള്ളൂ. അറിവുണ്ടെങ്കിൽ മാത്രമേ പല കാര്യങ്ങളും അവർ പഠിക്കുള്ളൂ. നാടിന്റെ കാര്യം മാത്രമല്ല, സമൂഹത്തിന്റെ കാര്യം, സമുദായത്തിന്റെ കാര്യം, രാജ്യത്തിന്റെ കാര്യം ഒക്കെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണ്ടേ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖുയ്യിറ സുലൈമാനു ബൈനൽ മുൽക്കി വൽ മാലി വൽ ഇൽമി ഫഖതാറ ലിൽ മാ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
വിജ്ഞാനത്തിന്റെ പ്രസക്തിയെ വിവരിച്ചുകൊണ്ട് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ് നബിതങ്ങൾ കേവലം വഅള് മാത്രം നടത്തുകയായിരുന്നില്ല, ഖുർആനും ഹദീസും ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. ജനങ്ങൾക്ക് അറിവിന്റെ സാഗരം തീർത്തു കൊടുക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ ഒരാത്മീയമായ മനോഹരമായ ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ്. ഖുയ്റ സുലൈമാനു ബൈനൽ മുൽക്കി വൽ മാലി വൽ ഇൽമി. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ഈ ലോകത്തിന്റെ ജഗന്നിയന്താവായ പരിപാലകനായ അല്ലാഹു 3 വസ്തുക്കളെ വെച്ച് നീട്ടുകയാണ്. സുലൈമാനെ, നിനക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാ സുലൈമാനെ. അല്ലാഹു സുലൈമാൻ നബി അലൈഹിസ്സലാമിന് 3 വസ്തുക്കൾ നൽകുകയാണ്. 1 പരിശുദ്ധമാക്കപ്പെട്ട വിജ്ഞാനമാണ്, 2 സമ്പത്താണ്, 3ാമത്തത് അധികാരമാണ്. ലോകം മുഴുവനും അടക്കി ഭരിക്കാനുള്ള അധികാരമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ബുദ്ധിമാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം വിജ്ഞാനത്തെ തിരഞ്ഞെടുത്തു അത്രേ. അറിവ് ഉണ്ടെങ്കിൽ സർവ്വതും ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുകയാണ്. ഫഅതാഹുല്ലാഹു അസ്സ വജല്ല അൽ മുൽക വൽ മാല വൽ ഇൽമ. അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുന്നു, സ്വഹാബ, വിജ്ഞാനത്തെ തിരഞ്ഞെടുത്ത കാരണത്താൽ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു ലോകം മുഴുവനും അടക്കി ഭരിക്കാനുള്ള അധികാരം നൽകുകയാണ്. തീർന്നില്ല, സമ്പത്ത് അല്ലാഹു നൽകുകയാണ്. സമ്പത്ത് കൊണ്ട് അല്ലാഹു അനുഗ്രഹിക്കുകയാണ്. തീർന്നില്ല, അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാ, അദ്ദേഹത്തിന് അല്ലാഹു ഇൽമും നൽകിയെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പൊ ഇൽമ തെരഞ്ഞെടുത്തപ്പോ ഇൽമും കൊടുത്തു, സമ്പത്തും കൊടുത്തു, അധികാരവും കൊടുത്തു. അധികാരം എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ കാൽച്ചുവട്ടിലാണ്, ലോകം മുഴുവനും അടക്കി ഭരിക്കുകയാണ് സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാം. എല്ലാ ജീവജാലങ്ങളുടെയും ഭാഷ സായത്തമാക്കി സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാം. അതുകൊണ്ടാണല്ലോ ഉറുമ്പിൻ കൂട്ടം ബഹുമാനപ്പെട്ടവരുടേതാകുന്ന കുതിരപ്പടയാളികളുമായി കടന്നു വരുന്നത് കണ്ടിട്ട് എല്ലാവരും മാറിക്കോ എന്ന് പറഞ്ഞു. ഉദ്ഖുലൂ മസാകിനകും ലാ യഹ്തിമന്നകും സുലൈമാനു വജുനൂദുഹു വഹും ലാ യശ്ഉറൂൻ എന്ന ഉറുമ്പിന്റെ രാജ്ഞി വിളിച്ചു പറഞ്ഞപ്പോ ഇതാ സുലൈമാൻ നബി അലൈഹിസ്സലാം അതിന്റെ പടയാളികളുമായിട്ട് ഇതാ ഈ സ്ഥലത്തേക്ക് അദ്ദേഹത്തിന്റെ കുതിരപ്പടയാളികളുമായി കടന്നു വരുന്നുണ്ട്. അതിന്റെ ചവിട്ടേറ്റുകൊണ്ട് നമ്മൾ നശിച്ചു പോകാൻ പാടില്ല, ഇല്ലാതായി പോകാൻ പാടില്ല. വേഗം നിങ്ങളെല്ലാവരും മാറിക്കോ, വഴിമാറിക്കോ എന്ന് പറഞ്ഞപ്പോ സുലൈമാൻ നബി അലൈഹിസ്സലാം ആ ഭാഷ ദൂരെ നിന്നുകൊണ്ട് തന്നെ തന്റെ കാതുകൾ കൊണ്ട് കേട്ട് വഴിതിരിച്ചു വിട്ടു സയ്യിദനാ സുലൈമാൻ നബി അലൈഹിസ്സലാം. ആ ഉറുമ്പും കൂട്ടത്തെ പ്രയാസപ്പെടുത്തിയില്ല. എന്തിനാ ഇത് പഠിപ്പിക്കുന്നത്? അത്രയേറെ ഇൽമിന്റെ ആഴത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു. എന്താ കാരണം? ഇൽമാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത്. എല്ലാം സായക്തമാക്കി കൊടുത്തു. ഇന്ന് നമ്മുടെ തലമുറയിൽ ആലിമാക്കാൻ തന്നെ ആളുകൾ മെനക്കെടുന്നില്ല. പുതിയ തലമുറ അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. 5 മക്കളുണ്ട്, ഒരുത്തനെ ഹാഫിളാക്കുന്നില്ല. ഒരുവേള ആലിമത്താക്കാൻ വന്നില്ല, ഫാദിലേക്ക് വിടുന്നില്ല. എന്താ കാരണോ? അത് വലിയ കാര്യം എന്തിനാന്ന് ചോദിക്കാം. മകനെ ആലിമാക്കാൻ പെടുന്നില്ല. എന്തിനാ? ശമ്പളമൊക്കെ വെറുതെ, വലിയ ശമ്പളമൊന്നുമില്ല, 10-20,000 രൂപ, വെറുതെ വേറെ ജോലിയൊന്നുമില്ല എന്ന് വാപ്പ തന്നെ പറയാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമ്മൾ ദുനിയാവ് ആഗ്രഹിച്ചു, അപ്പൊ അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതനുസരിച്ചുള്ള ജീവിതം തരികയാണ്. നേരെ മറിച്ച് ഇവനിലൂടെ ഈ നാട് നന്മയുടെ വഴിത്താരിയിലേക്ക് എത്തണം. ഇവളിലൂടെ ഒരു തലമുറയെ, സാലിഹത്തുകളാകുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കപ്പെടണം എന്ന ചിന്ത വെച്ചിട്ട് സ്ഥാപനത്തിലേക്ക് പറഞ്ഞു വിടുന്നതാകുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കൾ മനസ്സിലാക്കിക്കോ, വല്ലാഹി സുമ്മ വല്ലാഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലൂടെ ഒരു തലമുറയെ നന്നാക്കുമെന്ന് മാത്രമല്ല, സമ്പത്തിൻ്റെതാകുന്ന പ്രയാസം ആ കുടുംബത്തിലുണ്ടാവുകയില്ല. ഉറപ്പാണത്. നിങ്ങളുടെ നീയത്ത് നന്നായ ഓക്കെയാണ്. നീയത്ത് ദുനിയാവായി, അപ്പൊ അതിനനുസരിച്ച് അടങ്ങേറി തരും. നീയത്ത് നല്ലതെങ്കിലും ദും ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളിത്തരുമടോ. നല്ല നീയത്തുണ്ടായ രക്ഷപ്പെട്ടു. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ നീയത്തതാവണം. ഒരു തലമുറയെ നന്നാവുകയാണ് ഇവരിലൂടെ, അങ്ങനെ കരുതണം. നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഉമ്മയുടെ ആശീർവാദത്തോടുകൂടി ബഹുമാനപ്പെട്ടവരെ പറഞ്ഞുവിടുകയാണ്. വലിയ ശൈഖ് റളിയല്ലാഹു അൻഹു സഹോദരനാകുന്ന ജ്യേഷ്ഠന് 40 സ്വർണ്ണ നാണയം കൊടുത്തു, അദ്ദേഹത്തിനും കൊടുത്തു. വാപ്പയുടെ അനന്തരം
40 സ്വർണ്ണ നാണയം മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കുപ്പായത്തിന്റെ കശത്തിന്റെ ഭാഗത്ത് ആരും കാണാതെ തന്നെ ഉമ്മ തന്നെ തുന്നിച്ചേർത്ത് കൊടുത്തിട്ട് കളവ് പറയരുതെന്നൊരു ഉപദേശവും കൂടി കൊടുത്തിട്ട് ഉമ്മയാണ് മകനെ യാത്രയാക്കുന്നത്. ആ മകനാണ് ഔലിയാക്കളുടെ നേതൃത്വങ്ങളിൽ ഏറ്റവും വലിയ ഉന്നതമാക്കപ്പെട്ട ശ്രേണിയിലേക്ക് എത്തിയ അൽ ഖുതുബ് റബ്ബാനി വൽ ഗൗസ് സമദാനി അശ്ശൈഖ് അസ്സയ്യിദ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ഒരു ഉമ്മയാണ്, ഒരു മാതാവാണ് ആ കുട്ടിയെ തർബിയത്ത് ചെയ്തത്. മനസ്സിലാക്കണം. ആണ് ഞാൻ പറഞ്ഞത്, ഉമ്മയാണ് ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി, ഏറ്റവും വലിയ കലാലയം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ആ ഉമ്മ എന്ത് പറയുന്നു അതനുസരിച്ചാണ് ഇന്ന് കുടുംബം പോവുക. ഇപ്പൊ ഒരു യാത്ര പോകണമെങ്കിൽ തന്നെ അതിന്റെ ഷെഡ്യൂൾ ചെയ്യുക ഇന്ന് പലപ്പോഴും സ്ത്രീകളാണ്. അവർ പറയും ഇന്ന് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാൽ പിന്നെ ഭർത്താവ് വണ്ടി അങ്ങോട്ട് വളച്ചേ പറ്റുള്ളൂ, ഇല്ലേ കൂമ്പിന് ഇടി കിട്ടും, വൈകിട്ട് കഞ്ഞിയും വേറുകയാണ്. അള്ളാഹു സാലിഹ്യങ്ങൾ ചേർക്കണം. ആണോ അല്ലയോ? നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും പെണ്ണുങ്ങൾ പറയാണ് നാളെ ഇന്നതാട്ടോ എന്ന് പറഞ്ഞ് ആയിക്കോട്ടെ, രാവിലെ ആയിക്കോട്ടെ, രാവിലെ ഉണക്കമീനും പപ്പടവും ആയിക്കോട്ടെ, പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല. രാവിലെ നല്ല ബീഫ് അച്ചാറും നല്ല ഇടിയപ്പവും ആയിക്കോട്ടെ, ഇടിയുള്ള മേലെ ഉള്ളതായിക്കോട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നല്ല പ്രശ്നമുണ്ടോ? പെണ്ണുങ്ങളാണ് ഷെഡ്യൂൾ ചെയ്യുന്നത്. അങ്ങനെ തന്നെ വേണം. അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അൽ മർഅതു റായിയത്തുൻ ഫീ ബൈതി സൗജിഹാ. വീടിന്റെ കാര്യം കർത്താവൊക്കെ അവള് തന്നെയാണ്. കാര്യങ്ങളൊക്കെ കണക്കട്ടെ, അവള് തർബിയത്ത് ചെയ്യട്ടെ. പല കാര്യങ്ങളും അവൾ ശ്രദ്ധിക്കണം. ഭർത്താവ് വീട്ടിലില്ല, വീടിൻ്റെതാകുന്ന വാതിൽ കുത്തിയിടുന്ന സ്ഥലം വരെ ശ്രദ്ധിക്കണമെന്ന് തഴവ ഉസ്താദ് കൃത്യമായി അടയാളപ്പെടുത്തി. മലബാറിലേക്ക് വാതിന് വരുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന എന്റെ ഉമ്മയുടെ ഉപ്പയാണ് തഴവ ഉസ്താദ്. എന്റെ ഉമ്മയുടെ ഉമ്മയ്ക്ക് വേണ്ടി കത്തെഴുതും. ഇന്നിപ്പോ ലൗചിഹ്നത്തിന്റെ 2 സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സാപ്പിൽ അയക്കുന്നത് പോലെയല്ല അന്നത്തെ കത്ത്. അന്ന് നല്ല ദീനിയായ കത്ത് കൊടുക്കാണ്. എന്താ ഭാര്യയ്ക്ക് കൊടുത്തുന്ന കത്ത്? ഒരു വട്ടം കൊടുത്ത കത്തിന്റെ ഉൾഭാഗം ഇതാണ്: കഥകടയ്ക്കാതെ ഉറങ്ങരുതേ നീ നോക്കാതെ, ഞാനത് റെഡിക്കടച്ചെന്നുറപ്പ് പലരും നിനക്ക് തന്നാലും, കഥകുകൾ അടഞ്ഞ് കണ്ടാലും. സ്വന്തം ഭാര്യയ്ക്ക് എഴുതുന്ന കത്താണ്. കഥ കടയ്ക്കാതെ ഉറങ്ങരുതെന്ന്. എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവണതയാണ്. എന്നാലും ഒന്നുകൂടി ഉണർത്താണ്. ഭർത്താവ് വീട്ടിലില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഭർത്താവിന്റെ വീട്ടിന്റെ താക്കോലുകളുടെ കൈവശമാണ്. കൈകാര്യകർത്താവ് ഭാര്യയാണ്. അവൾ കൊടുക്കുന്ന ഉപദേശമാണ്. നമ്മൾ ചുമ്മാ ഉമ്മ വെക്കുന്ന 3 സിഗ്നൽ ഇട്ടിട്ട് യാ അല്ലാഹ് അവസാനിപ്പിച്ച് ഹത്തും അടിച്ച് കഥ കടച്ച് കിടക്കാണ്. ഇവിടെ കൊടുക്കുന്ന ഉപദേശം ഇതാണ്: കഥ കടയ്ക്കാതെ ഉറങ്ങരുതേ നീ നോക്കാതെ, ഞാനത് റെഡിക്കടച്ചെന്നുറപ്പ് പലരും നിനക്ക് തന്നാലും, കഥകുകൾ അടഞ്ഞ് കണ്ടാലും. അടുത്ത് ചെന്നിടണേ, കഥകിന്റെ അടിമുടി അടക്കി നോക്കിടണേ, അതിനൂടെ കൊളുത്തു സാക്ഷകൾ ശരിക്ക് വീണത് പിടിച്ചു നോക്കിടണേ, എന്നിട്ടുറപ്പിലെത്തിടണേ. കാര്യമോ ശരിയാ, പക്ഷെ നിനക്കിതും കളിയാ, എന്നാൽ മുബശ്ശിറായ റസൂല് തന്നത് പരസ്യമാക്കിയതാ, ഗൗരവമുണ്ട് കൂടിയതാ. നിങ്ങൾ എത്ര മനോഹരമായ ഉപദേശമാണ്. അന്ന് വീട്ടിൽ പശുവുണ്ട്, അതുകൊണ്ട് അതിനെ ഉണർത്തുകയാണ്. പശുവിനൊക്കെയുമേ നിത്യമിൽ കാടി നൽകണമേ, അവയുടെ ദാഹമൊക്കെ ശരിക്ക് തീർത്ത് വിശപ്പടക്കിടണേ, വാജിബ് തന്നിതോർത്തിടണേ. നോക്കൂ നിങ്ങൾ, എത്ര മനോഹരമായിട്ടാണ് ഭാര്യ കൊടുക്കുന്ന ഉപദേശം. അള്ളാഹു നമ്മുടെ ഭാര്യമാരൊക്കെ സാലിഹത്തുകൾ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. ഇപ്പൊ ഇത്തരത്തിലുള്ളതാകുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ കിട്ടുമ്പോൾ അതനുസരിച്ചിട്ട് അവർ ജീവിക്കാൻ. ഇന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹബന്ധം ഇല്ല, ഒരു ഫോൺ വിളിയില്ല, ചെയ്യുന്ന ചാറ്റിങ്ങും എല്ലാം വേറെന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് അങ്ങ് വെക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും. ഇനി എന്നാ ഉണ്ട്, വേറെന്തോണ്ട് വിശേഷം, വേറെന്തോണ്ട് വിശേഷം എന്ന് ചോദിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കണം ഫോൺ വെക്കാൻ വേണ്ടിയിട്ടുള്ളതാകുന്ന ഒരു സിമ്പലാണ്, അവസാന വാക്കാണ്. കാരണം പറയാനൊന്നുമില്ല. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. അതാണ് ഇന്നത്തേതാകുന്ന ഒരു സ്നേഹബന്ധം അങ്ങനെ എത്തിയിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും അവിടുന്ന് മാറിയാൽ മതി എന്നുള്ള ചിന്താഗതിയിലായിരിക്കുകയാണ്. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. പ്രിയമുള്ളവരെ, അവര് റെഡിയായാൽ എല്ലാം റെഡിയായി, വീട് ബർക്കത്താണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.
ആ പ്രിയപ്പെട്ടതാകുന്ന മാതാവിനെ, ആ പ്രിയപ്പെട്ടതാകുന്ന പിതാവിനെ, രക്ഷകർത്താവിനെ തിരിച്ചറിയാത്തതാകുന്ന തലമുറയായി ഇന്നത്തെ തലമുറ മാറി. മാതാപിതാക്കളെ തൊഴിക്കുന്ന, ചവിട്ടുന്ന, ചീത്ത വിളിക്കുന്ന, ശകാരിക്കുന്ന, അവരെ തെറി പറയുന്ന, സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ പരസ്യമായി അവരെ അവഹേളിക്കുന്ന മക്കളായി ഇന്നത്തെ തലമുറ മാറിയില്ലേ? കേരളത്തിൽ തന്നെ വലിയ ചർച്ചയല്ലേ ലെസ്ബിയൻ കപ്പിൾസുകളെ കുറിച്ച്? ആരാണ് ഈ കപ്പിൾസുകൾ? മുസ്ലിം സഹോദരിമാരാണ്. ഇസ്ലാമിന്റെ ആദർശ വിശുദ്ധിയിൽ ജീവിച്ചിരുന്നതാകുന്ന ഒരു തലമുറയിലൂടെ കടന്നു വന്നതാകുന്ന പ്രിയപ്പെട്ട മക്കൾ സൗദിയിൽ പോയി പരസ്പരം സ്നേഹിക്കുകയാണ്. ഒരുമിച്ച് ഓടിക്കുന്ന കലാലയത്തിൽ നിന്നുണ്ടായ സൗഹാർദ്ദപരമാകുന്ന പെരുമാറ്റം അത് പിന്നീട് കൂടി പ്രണയ ജോഡികളായി, എണക്കുരുവികളായി. അവസാനം കോവിഡ് വന്നപ്പോൾ ആണ് അവർ മനസ്സിലാക്കുന്നത് ഞങ്ങൾക്കൊരിക്കലും ഇനി പിഴിയാൻ പറ്റൂല, അത്രയേറെ ശാരീരിക ബന്ധത്തിൽ വരെ ഞങ്ങൾ പെട്ടുപോയിട്ടുണ്ട്. അവസാനം കേരളം കണ്ടതാകുന്ന ഏറ്റവും വലിയ റിയാലിറ്റി ഷോകളെന്ന് പരിചയപ്പെടുത്തുന്ന ഒരു ഷോയിലേക്ക് അവർ പങ്കെടുക്കുകയും അതിൽ മഹാനടൻ എന്നറിയപ്പെടുന്നതാകുന്ന വ്യക്തി എന്റെ വീട്ടിൽ ഞാൻ ഇവരെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് ഒരു പെണ്ണ് എന്റെ വീട്ടിലേക്ക് ഇവരെ കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞപ്പോൾ ആ പെണ്ണിനെ പരസ്യമായി കൊണ്ടുവന്ന് സമൂഹമുന്നിൽ അവഹേളിക്കുകയും ചെയ്യുന്നത് ഈ രാജ്യം സാക്ഷിയായതാണ്. മനസ്സിലാക്കണം, ലോകത്തെ എല്ലാ മതങ്ങളും വെറുക്കുന്ന, എല്ലാവരും അകറ്റി നിർത്തുന്ന ഏറ്റവും നീചമായ, നികൃഷ്ടമായ, പ്രാകൃതമായ സംസ്കാരമാണ് സവർഗരതി എന്ന് പറയുന്നത്. പുരുഷൻ പുരുഷനുമായി ലൈംഗിക വേഴ്ച നടത്തി ഒരുമിച്ച് ജീവിക്കുന്ന സമ്പ്രദായം ഗേ എന്നാണ് അതിന് പറയുക. സ്ത്രീ സ്ത്രീയുമായിട്ട് പരസ്പരം ഒരുമിച്ച് ചേർന്നുകൊണ്ട് ലൈംഗിക വേഴ്ച നടത്തി സ്വവർഗരതി അനുരാഗികളായി, ഇണക്കുരുവുകളായി വസിക്കുന്നതാകുന്ന ലെസ്ബിയൻ കപ്പിൾസിന്റെ യുഗം ഇത് ലോകം മുഴുവനും എതിർത്തതാണ്. എന്നല്ല, മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സയ്യിദുനാ ലൂത്ത് നബി അലൈഹിസ്സലാമിനെ അറിയാം. ആ പ്രവാചകരെ തന്നെ ലോകം പരിചയപ്പെടുത്തിയതും ആ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അവരുടെ സമുദായം ചെയ്തിരുന്ന ഏറ്റവും നീചകൃത്യമാകുന്ന ഇത്തരത്തിലുള്ളതാകുന്ന സ്വവർഗരതി അനുരാഗത്തിന്റെ മേൽ ആ സമൂഹത്തെ ജിബ്രീൽ അലൈഹിസ്സലാം മുകളിലേക്ക് കൊണ്ടുപോയി കീഴ്മേൽ മറിച്ചിട്ടതാകുന്ന സംഭവം വരെ പരിശുദ്ധമായ ഖുർആനിലൂടെ ലോകം മുഴുവനും പഠിച്ചിട്ടുള്ളതാണ്, ഈ ഉമ്മത്ത് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. എന്നിട്ടും ഈ ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായം എന്ന് അവകാശപ്പെടുന്ന ഏറ്റവും ഉത്തമമാകുന്ന സമുദായമായ ഖുർആൻ പരിചയപ്പെടുത്തിയതാകുന്ന ഈ സമുദായത്തിന്റെ വക്താക്കളിൽ ഇപ്പോഴും അത്തരത്തിലുള്ളതാകുന്ന നികൃഷ്ടപരമാകുന്ന പ്രവണതകളുമായി സമൂഹത്തിൽ ഏറ്റവും അരാജകത്വം സൃഷ്ടിക്കുന്ന ആളുകളായി ഇന്നത്തെ തലമുറയിൽ പലരും വന്നിട്ടുണ്ട്. പുരുഷന്മാരെ ഒതുക്കി നിൽക്കുക, ഗേകളായി ജീവിക്കുന്നവർ, ലെസ്ബിയൻ കപ്പിൾസായി ജീവിക്കുന്നവർ, ഇന്ന് ആ മക്കളെ പരിപൂർണമായി പിൻപറ്റിക്കൊണ്ട് നമ്മുടെ മക്കളിൽ പലരും ആ ജീവിതം കൊണ്ടുവരുന്നുണ്ട്. അല്ലാഹു കാക്കുമാറാവട്ടെ ആണ് ഞാൻ പറയുന്നത്. വലിയ അപകടമാണ്. വരും തലമുറ മോശത്തിലേക്ക് പോകും. വരും തലമുറ എന്ന് പറയുന്ന തലമുറ തന്നെ സൃഷ്ടിക്കപ്പെടണമെങ്കിൽ ആണും പെണ്ണും കൂടിയേ ചേരൂ. അതാണ് ഞാൻ പറഞ്ഞത്, പ്രകൃതിക്ക് തന്നെ വിരുദ്ധമായിട്ടുള്ളതാകുന്ന ഈ പ്രവണത, പ്രകൃതിയാൽ തന്നെ സംസ്കാരശൂന്യമാകുന്ന പ്രവണത, അസാൻമാർഗത്തിലേക്ക് എത്തിക്കുന്ന ഈ പ്രവണത, തിന്മയിലേക്ക് എത്തിക്കുന്ന ഈ പ്രവണത, വരും തലമുറകളെ ഇല്ലാതാക്കുന്ന ഈ പ്രവണത, ലോകത്തെ സർവ്വ മതങ്ങളും പരിപൂർണമായി ഒഴിവാക്കുന്ന ഏറ്റവും നീചവൃത്യമാകുന്ന ഈ പ്രവണത ഇന്ന് നമ്മുടെ മക്കൾ നമ്മുടെ കുടുംബാന്തരീക്ഷങ്ങളിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാർ നമ്മൾ തന്നെയാണ്. നമ്മൾ കൊടുക്കാത്ത ആത്മീയതയാണ്. അവിടെയാണ് ആത്മീയമാക്കപ്പെട്ട ഇത്തരത്തിലുള്ള കലാലയത്തിന്റെ പ്രസക്തി. നമ്മുടെ മക്കൾ ഗേകളായി മാറാതിരിക്കാൻ, നമ്മുടെ മക്കൾ ലെസ്ബിയൻ കപ്പിൾസായി മാറാതിരിക്കാൻ, നമ്മുടെ മക്കൾക്ക് പരിശുദ്ധമായ ദീൻ പഠിപ്പിച്ചു കൊടുക്കണം, ഖുർആനിന്റെ വായന കൊടുക്കണം, ഹദീസുകളുടെ പരന്ന വായന മക്കൾ കൊടുക്കണം. ലൂത്ത് നബി അലൈഹിസ്സലാം അടക്കമുള്ള സമുദായത്തെ കുറിച്ചുള്ള കൃത്യമാകുന്ന അറിവിന്റെ ആഴം തീർക്കുന്ന പണ്ഡിത മഹത്തുക്കളുടെ, മഹാന്മാരുടെ ചരിത്രങ്ങൾ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ മക്കൾ തർബീയത്തിലേക്ക് വരിക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നല്ല തർബീയത്ത് കിട്ടണം. അതുകൊണ്ടാണ് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തുന്നത്. പരിശുദ്ധമായ കഅബാലയം പണിതിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ ഈ പരിശുദ്ധമായ കഅബാലയം പണിതത് നീ സ്വീകരിക്കണേ അല്ലാഹ്. وَإِذْ يَرْفَعُ إِبْرَاهِيمُ الْقَوَاعِدَ مِنَ الْبَيْتِ وَإِسْمَاعِيلُ رَبَّنَا تَقَبَّلْ مِنَّا رَبَّنَا تَقَبَّلْ مِنَّا
ഇന്നക അന്തസ്സമീഉൽ അലീം, ഇന്നക അന്തസ്സമീഉൽ അലീം. അല്ലാഹുവേ, ഈ പരിശുദ്ധമാക്കപ്പെട്ട കഅബ നീ ഞങ്ങളോട് പണിയാൻ പറഞ്ഞു. ഇതാ ഞാനും എന്റെ മകനാകുന്ന ഇസ്മായിലും കൂടി ഈ കഅബയുടെ പണി പൂർത്തീകരിച്ചിരിക്കുകയാണ്. അല്ലാ, ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണേ നാഥാ. നീ അറിയുന്നവനും കേൾക്കുന്നവനുമാണ്. അല്ലാ, ربنا وجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തേ. കൂറ്റനാടുള്ളതാകുന്ന പ്രിയപ്പെട്ട വിശ്വാസികൾ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പഠിക്കുന്ന പ്രാർത്ഥനയാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥനയാണ്. ഖുർആനിലൂടെ അല്ലാഹു ലോകരെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവേ, റബ്ബനാ എന്നെയും എന്റെ പ്രിയപ്പെട്ടതാകുന്ന മകനാകുന്ന ഇസ്മായിലിനെയും നിനക്ക് വഴിപ്പെട്ടതാകുന്ന സച്ചരിതരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. യഥാർത്ഥ മുസ്ലിമാക്കി തരണേ അല്ലാ. തീർന്നില്ല. ഉമ്മതം മുസ്ലിമത്തൻ ലക്, നിനക്ക് വഴിപ്പെടുന്നതാകുന്ന സമുദായമായി ഞങ്ങളുടെ പരമ്പരകളെയും സന്താന പരമ്പരകളെയും നീ ഉൾപ്പെടുത്തണേ അല്ലാ. നിനക്ക് വഴിപ്പെടുന്ന യഥാർത്ഥ സാലിഹത്തുമായ സന്താന പരമ്പരകളായി ഞങ്ങളുടെ പരമ്പരയും നീ മാറ്റണേ. ആര് ദുആ ചെയ്തു? സയ്യിദന ഇബ്രാഹിം നബി അലൈഹി സ്വലാം. നമ്മൾ ദുആ ചെയ്തിട്ടുണ്ടോ? നമ്മൾ ഇന്ന് വരെ ദുആ ചെയ്തിട്ടുണ്ട്, അല്ലാഹു എന്നിലൂടെ എന്റെ പരമ്പരയെ ഇസ്ലാമിക ആദർശത്തിൽ മുറുകെ നിർത്തണേ എന്ന് ഏത് മനുഷ്യൻ ദുആ ചെയ്ക്കുന്നു? നമുക്കൊന്നും താല്പര്യമില്ല. നമുക്ക് നമ്മുടെ കാര്യം തന്നെ ചോദിക്കാൻ താല്പര്യമില്ല. സൂറത്തുൽ ഫാത്തിഹ 17 പ്രാവശ്യമാണ് സത്യവിശ്വാസിയാകുന്ന നമ്മൾ പോലും അറിയാതെ 5 വഖ്ത് നമസ്കാരത്തിലൂടെ ഓതിക്കൊണ്ടിരിക്കുന്നത്. 17 റക്അത്താണ് 5 വഖ്ത് നമസ്കാരം. സുബഹി 2, ളുഹർ 4, അസ്ർ 4, മഗ്രിബ് 3, ഇശാ 4. 17 റക്അത്ത് നിർബന്ധമായും അനുഷ്ഠിക്കേണ്ട അമലാണല്ലോ ഫർളായ നമസ്കാരം എന്ന് പറയുന്നത്. നമുക്ക് ഓരോരുത്തർക്കും അവനവന്റെ സ്വന്തം ശരീരത്തിലേക്ക് ചേർത്തുകൊണ്ട് തന്നെ ഹിസാബിടപ്പെടുന്നതാണ്. ആ ഫർള് നമസ്കാരത്തിൽ 17 റക്അത്തുകളിലും അല്ലാഹുവിനോട് നമ്മൾ തേടുന്ന തേട്ടം, ചോദ്യം ഒന്ന് മാത്രമാണ്. ഏതാണത്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ പാതയിലേക്ക് എന്നെ നീ നയിക്കണേ നാഥാ. ഇത് ചെറിയ വിഷയമല്ല. ഇത് അണഞ്ഞു പോകാം എപ്പോ വേണമെങ്കിലും. ഈ ഹിദായത്ത് എന്ന ആത്മീയ വെളിച്ചത്തെ അണയാതെ കെടാതെ പരിപൂർണമായി നിലനിർത്തുന്നതാണ് ഇത്തരത്തിലുള്ള ആത്മീയ സ്ഥാപനങ്ങൾ. ആണ് മനസ്സിലാക്കേണ്ടത്. അവർക്ക് ആത്മീയ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഇന്നിപ്പോ നിരീശ്വരവാദം വല്ലാതെ കൂടി വരാൻ, യുക്തിവാദം തളച്ചു വരാൻ. ചെറിയ മക്കൾ പോലും അതിനുവേണ്ടി വാദിക്കുന്നവരായി, അതിന്റെ പ്രചാരകരായി, അതിന്റെ പ്രവർത്തകരായി സമൂഹത്തിൽ നിലകൊള്ളുകയാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ചെറിയ മക്കൾ വരെ യൂട്യൂബിലൂടെ ലൈവ് സ്ട്രീമിംഗ് നടത്തിക്കൊണ്ട് ഇസ്ലാമിനെതിരെ കുഞ്ഞണം കുത്താണ്. തിരിയുന്നതെല്ലാം ഇസ്ലാമിനെതിരെയാണ് ആളുകളൊക്കെ. എക്സ് മുസ്ലിം വേറെ, നിരീശ്വരവാദികളേറെ, യുക്തിവാദികൾ വരെ, ഏതെല്ലാം ആളുകളുണ്ടോ അവരൊക്കെ എല്ലാവരും ഉന്നം വെക്കുന്നത് ഒരേ ഒന്നിലേക്ക് മാത്രം. അതേതാ? അത് പരിശുദ്ധ ഇസ്ലാമാണ്. എന്തുകൊണ്ടാണ്? ഏറ്റവും ഉത്തമമായ മതം, ഏറ്റവും സ്വീകാര്യമായ മതം, ജനങ്ങളെ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്ന മതം, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ശ്രദ്ധേയമായ ഇസ്ലാം മതമാണ്. അതുകൊണ്ട് തന്നെ ആ മതത്തിന്റെ ആശയ ആദർശങ്ങളിൽ നിന്ന് ജനങ്ങളെ വ്യതിചലിപ്പിക്കാൻ വേണ്ടി രാവും പകലും അധ്വാനിച്ചുകൊണ്ടൊരു സമൂഹം ഈ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. മനസ്സിലാക്കണം നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്ക് ആത്മീയത ഉറപ്പിച്ചു കൊടുക്കണം. അതിനാണ് മദ്രസകൾ, അതിനാണ് ഇത്തരത്തിലുള്ള ദീനീ സ്ഥാപനങ്ങൾ. ഇപ്പൊ ഈ സ്ഥാപനത്തിൽ പഠിച്ചതാകുന്ന വിദ്യാർത്ഥിനികളെ അവരെ ഈ മതത്തിന്റെ ആശയത്തിൽ നിന്ന് ഒരിക്കലും തന്നെ പുറത്താക്കാൻ പറ്റൂല. എന്തുകൊണ്ട്? അവരാ മതം അത്രമേറെ പഠിച്ചിട്ടുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കളെ എല്ലാം അള്ളാഹു ഇസ്ലാമിന്റെ ആദർശ വിശുദ്ധിയിൽ അള്ളാഹു നിലനിർത്തുമാറാവട്ടെ. ഹിദായത്ത് പറയും ചെറിയ വിഷയമല്ല. റബ്ബ് വിചാരിച്ചാൽ ഇളക്കിക്കളയാം. അള്ളാഹു പരിപൂർണമായ സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. എത്ര വലിയ ആലിമീങ്ങളുണ്ട്, വലിയ പടുകൂറ്റൻ ഇൽമിന്റെ വാഹകർ തന്നെ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അവർ ബിദ്അത്തിൽപ്പെട്ടു, കള്ളത്തൊരീക്കത്തിൽപ്പെട്ടു, വ്യാജന്മാരിൽപ്പെട്ടു. സമസ്ത എതിർത്തിട്ടുള്ള എത്രയോ വ്യാജ തൊരീക്കത്തുകളുമായി നിലകൊള്ളുന്ന വലിയ വലിയ ആലിമീങ്ങളെ വരെ നമ്മൾ കാണുന്നുണ്ട്. അള്ളാഹു കാത്തു സംരക്ഷിക്കുമാറാവട്ടെ.
അപ്പൊ ഹിദായത്ത് ഒരു ചെറിയ വിഷയമല്ല, വലിയ വിഷയമാണ്. നൂറുൻ യഖ്ദിഫുഹുല്ലാഹു അലാ ഖൽബി മൻ യശാഉ. അല്ലാഹു ഉദ്ദേശിച്ചവന്റെ ഹൃദയത്തിൽ അല്ലാഹു കൊടുത്തിരിക്കുന്ന ഒരു ചെറിയ പ്രകാശമാണ്. ആ ശോണിമ എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെട്ടു പോകാം, എപ്പോൾ വേണമെങ്കിലും ഇല്ലാതാകാം. അത് നിലനിർത്താൻ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുക. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല എന്ന് വാദിക്കുന്ന ധാരാളം ആളുകൾ ഇന്ന് സമൂഹത്തിലുണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുള്ള, പരിപൂർണമായി സ്വാതന്ത്ര്യത്തിൽ പരിപൂർണമായി നിലനിർത്തിയിട്ടുള്ള മതം ഒന്നേ ഒന്ന്, അത് ഇസ്ലാമാണ്. ഇസ്ലാമാണ്. ചരിത്രം പഠിക്കണേ. പരിശുദ്ധ പ്രവാചകൻ ഇസ്ലാമിന്റെ ലോകത്തേക്ക് കടന്നു വരുമ്പോ ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി അറേബ്യൻ മണലാരുണ്യത്തിലേക്ക് പ്രവാചകനെ കടന്നു വരുമ്പോ ഡാർക്ക് ഏജിന്റെ യുഗമാണ്, വിജ്ഞാനം തൊട്ടുതീണ്ടാത്ത ഇരുണ്ട യുഗമാണ്, ജാഹിലിയത്തിന്റെ പടുക്കുഴിയിൽ അറുകപ്പെട്ടു പോയ സമൂഹമാണ്, അറിവില്ലാത്തവരാണ് സമൂഹമാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ജനിച്ചു വീണാൽ വാപ്പമാരുടെ മുഖം കറുക്കുകയാണ്. ഖുർആൻ പറയാനല്ലേ, وَإِذَا بُشِّرَ أَحَدُهُم بِالْأُنثَىٰ ظَلَّ وَجْهُهُ مُسْوَدًّا وَهُوَ كَظِيمٌ. മുഖം കറുക്കാണ് അപ്പോഴേ തന്നെ. ദാദാ നിങ്ങൾക്കൊരു പെൺകുട്ടി ജനിച്ചു എന്ന് പറയുമ്പോൾ തന്നെ മുഖം കറുക്കും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ.